സ്നേഹാവിവേക് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, മനസ്സിനൊരു സമാധാനവുമില്ല. എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്? ഒന്നും മനസ്സിന് സമാധാനം തരുന്നതും അല്ല. നാരായണീയം എഴുതുന്നുണ്ട്, ദശകം 10 പൂർത്തിയാക്കി, എത്രയും വേഗം സമർപ്പിക്കണം. ചില ദിവസങ്ങളിൽ എഴുതാനും തോന്നുന്നില്ല എന്ന്. അങ്ങനെയും പല ദിവസങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലേ? മനസ്സമാധാനം ഇല്ലാത്തത് നമ്മളുടെ ചിന്തകൾ കൊണ്ട് തന്നെയാണ്. ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറയട്ടോ പണ്ടുള്ള ആൾക്കാർ. അതായത് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നതിനനുസരിച്ച് ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇതെങ്ങടാ പോണേ ഈ ജീവിതം എന്ന് തോന്നാറുണ്ട് പല സന്ദർഭങ്ങളിലും അല്ലേ? പക്ഷേ നമ്മളതൊക്കെ ഗുരുവായൂരപ്പന് വിട്ടുകൊടുക്കുക. ഭഗവാൻ തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അതല്ലേ ഏറ്റവും ഉത്തമം. പിന്നെ പല ദിവസങ്ങളിലും നമുക്ക് നാമം ജപിക്കാനോ അല്ലെങ്കിൽ നാരായണീയം വായിക്കാനോ നാരായണീയം എഴുതാനോ ഒന്നും തോന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കൃഷ്ണ ചിന്തകൾ ഇല്ലാതെ ഇരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കുറിച്ച് ചിന്തിക്കുക, ഗുരുവായൂരപ്പനെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അതായത് ഉണ്ണി കൃഷ്ണ, ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ 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 കാര്യങ്ങളും ഗുരുവായൂരപ്പനോട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല. എന്നാലും നമ്മളായിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കി തരുന്ന ചിന്തകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ.